إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഈ ലോകത്തെ മനുഷ്യരെ കൂടാതെ അനേകായിരം ജന്തുജീവ ജാലങ്ങളുണ്ട്. പക്ഷികൾ, മൃഗങ്ങൾ, ഉരകവർഗങ്ങൾ, പ്രാണികൾ, ജലജീവികൾ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ നമ്മളുടെ കണ്ണുകൾക്ക് കൗതുകം സൃഷ്ടിക്കുന്ന അനേകായിരം മനോഹരമായ സൃഷ്ടിജാലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മ, അല്ലാഹു എല്ലാ ജന്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. ഫമിൻഹും മൻ യംശി അലാ ബത്നി, അതിൽ ചിലത് വയറിന്മേൽ ഇങ്ങനെ വയറുരഞ്ഞ് നടക്കുന്ന ഉരകവർഗങ്ങളുണ്ട്. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ, അതിൽ ചിലത് രണ്ടു കാലിൽ നടക്കുന്നവയുണ്ട്. വമിൻഹും മൻ യംശി അലാ അർബ, ചിലത് നാലുകാലിൽ നടക്കുന്നവയാണ്. യഖ്ലുഖുല്ലാഹു മാ യശാ, എന്തുകൊണ്ട് ഇരുകാലികൾ, എന്തുകൊണ്ട് നാൽക്കാലികൾ, എന്തുകൊണ്ട് ഉരകവർഗങ്ങൾ? അതിനുള്ള ഉത്തരം യഖ്ലുഖുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നത് തന്നെയാണ് ഈ സൃഷ്ടികളെയും അതിന്റെ വൈവിധ്യങ്ങളെയും അതിന്റെ വർണ്ണവിസ്മയങ്ങളെയും എല്ലാം കാണുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത്. ഞാൻ പറയുന്നത്, ഈ സൃഷ്ടികളെയെല്ലാം, ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടതിന്റെ പിന്നിലെ പ്രപഞ്ചരക്ഷിതാവിന് അതിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന ആത്യന്തികമായ ഈ സൃഷ്ടികളെയും ഈ ജന്തുജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ചതിനു പിന്നിലുള്ള ആത്യന്തികമായ ലക്ഷ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, മനുഷ്യരെ, ഈ വർണ്ണങ്ങൾ, ഈ വൈവിധ്യങ്ങൾ, ഈ ജന്തുജീവജാലങ്ങളുടെ ലോകത്തെ വിസ്മയങ്ങൾ എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഹുവല്ലദീ ഖലഖ ലക്കും, അവയെല്ലാം സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. മാ ഫിൽ അർദി ജമീഅ, ഈ ഭൂമിയിലുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യരെ എന്ന് അള്ളാഹു പറയുകയാണ്. വൽ അൻആമ ഖലഖഹാ ലക്കും, ഈ കന്നുകാലികളെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ലിതർകബൂ മിൻഹാ വമിൻഹാ തഅകുലൂൻ, മറ്റൊരായത്തിൽ പറയാണ്, നിങ്ങൾക്ക് അതിന്റെ മുകളിൽ കയറി സഞ്ചരിക്കുവാൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായതിനെ ഭക്ഷിക്കുവാൻ.
ഇതിനു വേണ്ടിയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങളെ, നാൽക്കാലികളെ, കന്നുകാലികളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. വഹുവല്ലദീ സഖറൽ ബഹറ ലിതഅകുലൂ മിൻഹു, കടലിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനാണ് അവൻ. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കുവാൻ വേണ്ടി. ലഹ്മൻ ത്വരിയ, നല്ല ഫ്രഷ് മീറ്റ്, നല്ല മാംസം നിങ്ങൾക്ക് കഴിക്കുവാൻ വേണ്ടി കടലിനെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഞാൻ പറയുന്നത്, ഇതിനെയെല്ലാം ആത്യന്തികമായി സൃഷ്ടിച്ചിരിക്കുന്നത്, അതിന്റെ ലക്ഷ്യമായി കൊണ്ട് അള്ളാഹു പറയുന്നത് പല ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന് കഴിക്കുവാൻ വേണ്ടിയാണ്, നമുക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയാണ്, നമുക്ക് ഉപകാരമായി കൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തോടുകൂടി ഇവയെല്ലാം ഇല്ലാതെയാക്കുന്നത്. അന്ത്യദിനത്തോടുകൂടി ഇവയുടെ എല്ലാം ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയായി. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ ഒരു സ്ഥലത്ത് ഈ ജന്തുക്കളും ഈ മൃഗങ്ങളും മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇവക്കിടയിൽ ഒരു ഖിസാസ് നടക്കാനുണ്ട്, ഒരു പ്രതിക്രിയ. അവയിൽ നിന്ന് കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ന്യായമാരുടെ അടുത്താണ്, അന്യായമാരുടെ അടുത്താണ് എന്ന് പരിശോധിച്ചുകൊണ്ട് കൊമ്പില്ലാത്തതിന് കൊമ്പ് നൽകിക്കൊണ്ട് പ്രതിക്രിയ നടപ്പാക്കുന്ന ഒരു ദിവസമുണ്ട്. അവക്കിടയിലും അക്രമങ്ങൾ നമ്മൾ കാണാറുണ്ട്, അവക്കിടയിലും അന്യായങ്ങൾ സംഭവിക്കാറുണ്ട്. അതിലെയും കരുത്തൻ അബലനെ പ്രയാസപ്പെടുത്താറുണ്ട്. അതിനുള്ള ഖിസാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവക്കിടയിലുള്ള ഈ പ്രതിക്രിയകളെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖാല ലഹാ കൂനി തുറാബ, അല്ലയോ മൃഗങ്ങളെ നിങ്ങളൊക്കെ മണ്ണായി തീരുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇത് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, യഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബ എന്ന ആയത്ത്, ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നബയിന്റെ 40-ാമത്തെ വചനത്തിലൂടെ പറയാണ്, ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ, വളരെ അടുത്തുള്ള ഒരു ശിക്ഷയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, അന്ന് ഓരോ മനുഷ്യനും അവൻ മുന്നേ ചെയ്തു വെച്ച അവന്റെ പ്രവർത്തനങ്ങൾ അഖിലവും അവന്റെ കണ്ണുകൊണ്ട് കാണുന്ന ദിവസമാണ്. പെട്ടുപോയി എന്ന് തിരിച്ചറിയുന്ന കാഫിർ, ഞാൻ ഇതാ കുടുങ്ങിപ്പോയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഫാസിഖ്, അവരവിടെ വെച്ചുകൊണ്ട് പറയും, വയഖൂലു അൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബാ, പടച്ചോനെ ഞാനും ഇതുപോലെ മണ്ണാക്കപ്പെട്ട് എന്റെതെല്ലാം ഈ മണ്ണോട് ചേർന്ന് പോകുന്ന ഒരു അന്ത്യം എനിക്കും ഉണ്ടായിരുന്നതെങ്കിൽ എന്ന് മനുഷ്യൻ കൊതിക്കും. ഇല്ല മനുഷ്യരെ, നമ്മളുടേത് അവസാനിക്കുന്നില്ല. മൃഗങ്ങളും മറ്റു ജന്തുജീവജാലങ്ങളുമെല്ലാം അവയുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പൂർത്തിയാക്കി അവ അവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും മനുഷ്യൻ അവിടെ അവസാനിക്കുകയില്ല. ഞാൻ പറയുന്നത്, മനുഷ്യൻ വ്യത്യസ്തനാണ്. മനുഷ്യന് ഈ ഭൂമിയിലെ മറ്റു ജന്തുക്കളെ പോലെ ജീവജാലങ്ങളെ പോലെയുള്ളതല്ല. മനുഷ്യന് വ്യത്യസ്തതയുണ്ട്. ഖുർആൻ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. വലഖദ് കറംനാ ബനി ആദം, തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. മറ്റു ജന്തുക്കളെയും ജീവജാലങ്ങളെയും ഒക്കെ വെച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, മനുഷ്യരെ, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലൂടെയും കരയിലുമെല്ലാം നാം അവരെ വഹിപ്പിച്ചിരിക്കുന്നു. കടലിലൂടെയും കരയിലൂടെയും എല്ലാം സഞ്ചരിക്കുവാനുള്ള സൗകര്യങ്ങൾ നാം അവർക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. ഒരു മൃഗവും കടലിലൂടെ നമ്മളെപ്പോലെ കപ്പലിലും തോണിയിലും സഞ്ചരിക്കാറില്ല, വാഹനങ്ങളിൽ കയറി പോകാറില്ല. അതൊന്നും അവക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സവിശേഷമായ ഒരു ആദരവ് നൽകിയിരിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, ഏറ്റവും ത്വയ്യിബാത്തായതിൽ നിന്ന് ഏറ്റവും മനുഷ്യന് ഒരു വസ്തു കിട്ടിയാൽ അത് കഴിക്കുന്നതിന്റെ രീതി എത്ര മനോഹരമാണ്. നമുക്ക് നൽകപ്പെട്ട ആദരവാണ്. ഇര തേടി പിടിച്ച് പച്ചക്ക് കഴിക്കുന്ന, മാംസം കഴിക്കുന്ന ജീവികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല രീതിയിലുള്ള വൈവിധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ത്വയ്യിബാത്തായ, ഏറ്റവും നല്ലതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭക്ഷണം നൽകി നമ്മെ ആദരിച്ചിരിക്കുന്നു. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മാ ഖലഖനാ തഫ്ദീല, നാം സൃഷ്ടിച്ചിരിക്കുന്ന ഒട്ടനേകം സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ നാം ആദരണീയനാക്കിയിരിക്കുന്നു, ഉത്കൃഷ്ടനാക്കിയിരിക്കുന്നു, അനുഗ്രഹീതനാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. മനുഷ്യൻ വ്യത്യസ്തനാണ്. ഖുർആൻ പ്രഖ്യാപിക്കാണ്, ഖുൽ ഹുവല്ലദീ അൻശഅകും, അല്ലാഹുവാണ് നിങ്ങളെ ഉണ്ടാക്കിയവൻ. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തശ്കുറൂൻ, അവൻ നിങ്ങൾക്ക് കാഴ്ച നൽകി, കേൾവി നൽകി, ചിന്തിക്കുവാനുള്ള ചിന്താശേഷിയും ഹൃദയവും നൽകി. എന്നിട്ടും മനുഷ്യരെ, നിങ്ങളിൽ കുറച്ചാളുകൾ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്.
ഇവിടെ നമ്മൾ പറഞ്ഞു മനുഷ്യൻ വ്യത്യസ്തനാണ്, മനുഷ്യൻ സവിശേഷതയുള്ളതാണ്. മറ്റു ജന്തു ജീവജാലങ്ങളെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്? നമ്മളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തെ കുറിച്ച് പറയുവാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതിന്റെ നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുവർഗങ്ങളെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്, അവന് ഇബാദത്ത് അർപ്പിക്കുവാൻ വേണ്ടിയാണ്. വമാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവരെനിക്ക് എന്തെങ്കിലും റിസ്ഖ് നൽകണമെന്നോ അവരെന്നെ ഭക്ഷിപ്പിക്കണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവരിൽ നിന്ന് ഞാൻ അവരുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായി കൊണ്ട് പറയുന്നത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മറ്റുള്ളവരെ പോലെയല്ല നാം. നമ്മളെ ജീവിത മരണങ്ങൾക്കിടയിലുള്ള ഒരു ജീവിതം നമുക്ക് സമ്മാനിച്ചത് ലിയബ്ലുവകും, നിങ്ങളെ പരിശോധിക്കുവാൻ വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, മനുഷ്യരെ നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ കന്നുകാലികളെ പോലെയല്ല, നാം നാൽക്കാലികൾക്ക് തുല്യരല്ല. നമ്മൾ വ്യത്യസ്തരാണ്. നമുക്ക് ചിന്താശേഷിയുണ്ട്, നമുക്ക് വിജ്ഞാനമുണ്ട്, നമുക്ക് സവിശേഷതകളുണ്ട്. അതെല്ലാം അല്ലാഹു സമ്മാനിച്ചിരിക്കുന്നത് ഇല്ലാ ലിയഅ്ബുദൂൻ, അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്, അവന് ഇബാദത്തുകൾ അർപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുക. അല്ലാഹുവിന്റെ പിന്നിൽ വിനയാന്വിതരാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു ഉസല്ലി വഉസല്ലിമു അലാ അഫ്ളലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുവാനും എല്ലാമുള്ള റിസർച്ച് ചെയ്യുവാനും ഒക്കെയുള്ള സവിശേഷമായ കഴിവ് നൽകപ്പെട്ട സൃഷ്ടികളാണ് നാം എന്ന് നമ്മൾ പറഞ്ഞു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിക്കണമെന്ന്, നിർബന്ധമായും അറിഞ്ഞിരിക്കണമെന്ന് ഓരോ മനുഷ്യനോടും സൂറത്തു മുഹമ്മദിന്റെ 19-ാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്. ഫഅലം, നീ അറിയണം, നീ പഠിക്കണം. എന്താണത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നത് നീ പഠിക്കണം. ഓരോരുത്തരും അറിയണം, ഓരോരുത്തരും പഠിക്കണം. അത് മതമേലാളന്മാർ മാത്രം പഠിക്കേണ്ടതല്ല, ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. ഈ ലോകത്തേക്ക് കടന്നു വന്ന ഏതേത് മനുഷ്യനും അവന്റെ മതമേതായാലും അവന്റെ ജാതി ഏതായാലും അവന്റെ വർണ്ണമേതായിരുന്നാലും ഏതാളായിരുന്നാലും അവൻ അറിയേണ്ടത്, അവൻ അന്വേഷിക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കേണ്ടത് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനകൾ സമർപ്പിക്കുവാൻ മറ്റൊരാളുമില്ല എന്ന അറിവ്, അത് പഠിക്കുക എന്നത്, അത് മനസ്സിലാക്കുക എന്നത്, അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നത് അതെല്ലാവരുടെയും നിർബന്ധമായ ബാധ്യതയാണ്. അവരുടെ സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കുന്ന നിർബന്ധ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. കുട്ടികൾ പല വിദ്യാഭ്യാസം അവര് പഠിക്കുന്നുണ്ട്, അവര് സയൻസ് പഠിക്കുന്നുണ്ട്, അവര് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നുണ്ട്, അവർ മറ്റു പല വിജ്ഞാനങ്ങളും പഠിക്കുന്നുണ്ട്. അവർ സ്കൂളുകളിൽ പോകുന്നുണ്ട്, ആ സ്കൂളുകളിൽ നിന്ന് വിജ്ഞാനം നുകരുന്നുണ്ട്. ആ പഠനം, ആ അറിവ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്, അത് നിരുത്സാഹപ്പെടുത്തേണ്ടതല്ല. നിങ്ങൾ ഖുർആനിന്റെ ഏടുകൾ മാത്രം തുറന്നു പഠിക്കുക, മറ്റു പുസ്തകങ്ങളെല്ലാം നിങ്ങൾ അടച്ചു വെക്കുക എന്ന് പറയേണ്ടവരല്ല നാം, എന്ന് പറഞ്ഞവരല്ല നാം. മുജാഹിദുകൾ നവോത്ഥാന പ്രവർത്തനം നടത്തിയത് ആളുകളോട് വിജ്ഞാനത്തിലേക്കും വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിലേക്കുമെല്ലാം ക്ഷണിച്ചുകൊണ്ടും അവർക്ക് മുന്നിൽ സ്കൂളുകളും പഠന സംവിധാനങ്ങളുടെയും എല്ലാം വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് തന്നെയാണ്. നമ്മൾ പഠിക്കണം മക്കളെ, നിങ്ങൾ വളരെ സീരിയസ് ആയി പഠിക്കണം. നിങ്ങളുടെ സ്കൂളുകളിലെ അധ്യാപകരുടെ സംസാരത്തിന് മുന്നിൽ ബഹളമുണ്ടാക്കുന്ന, അവര് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ പുച്ഛഭാവത്തോടു കൂടി തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവമല്ല നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അറിയുവാനും അന്വേഷിക്കുവാനും ഈ ലോകത്തിന്റെ വൈവിധ്യങ്ങളെ കണ്ടെത്തുവാനും
അതിൽ നിന്ന് അള്ളാഹുവിനെ തിരിച്ചറിയുവാനുമുള്ള ബുദ്ധിയും വിവേകവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന നമ്മളുടെ എല്ലാം ബോധമണ്ഡലങ്ങളോട്, നമ്മളുടെ എല്ലാം കോമൺ സെൻസിനോട് അള്ളാഹു സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട്. സൂറത്തുൽ അംബിയാഇന്റെ 22-ാമത്തെ വചനം, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. അള്ളാഹു നമ്മളോട് ആലോചിക്കാൻ പറയാണ്, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ്, ഈ ഭൂമിയിൽ അള്ളാഹു അല്ലാതെ മറ്റു ആരാധ്യന്മാരുണ്ടായിരുന്നെങ്കിൽ ലഫസദതാ, ഈ ഭൂമിയിലും ഈ ആകാശത്തിലും അള്ളാഹു അല്ലാതെ അതിന് ഒരു ഇലാഹായിട്ട് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നാശമായി പോകുമായിരുന്നു, അത് ഫസാദായി പോകുമായിരുന്നു. ഇത് വല്ലാത്തൊരു ചിന്തയല്ലേ? നമ്മള് അസ്ട്രോണമി പഠിക്കുന്നുണ്ട്, നമ്മൾ കോസ്മോളജി പഠിക്കുന്നുണ്ട്, നമ്മൾ സൂര്യനെ പറ്റി പഠിക്കുന്നുണ്ട്, നമ്മൾ ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ചന്ദ്രനെ പറ്റി പഠിക്കുന്നുണ്ട്, നക്ഷത്രങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്, ഗംഗകളെ പറ്റി പഠിക്കുന്നുണ്ട്, ബ്ലാക്ക് ഹോളുകൾ, ഉപഗ്രഹങ്ങൾ, ഗാലക്സികൾ, മിൽക്കി വേ, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് പഠിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഇതെങ്ങനെയാണ് ഒരു കൃത്യമായ ഒരേ സംവിധാനത്തിലൂടെ ഇതിന്റെ സിസ്റ്റം എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതെന്താണ് കൂട്ടിമുട്ടാത്തത്? ഇതിൽ വളരെ വ്യത്യസ്തമായ തകിടം മറിയലുകൾ ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് മുഴുവൻ സൃഷ്ടിച്ചു നിയന്ത്രിക്കുന്നത് ഒരേക ഇലാഹ് മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. 2 ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നശിക്കുമായിരുന്നു. ഒരേ ശക്തിയുള്ള രണ്ട് ഇലാഹുമാരുണ്ടെങ്കിൽ രണ്ടാൾക്കും 2 തീരുമാനങ്ങൾ ഉണ്ടാവും, 2 സംഭവങ്ങൾ ഇവിടെ നടക്കും, ആകെ ഫസാദായി മാറും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ, ഈ ഭൂമിയിൽ ഈ അല്ലാഹു അല്ലാത്ത മറ്റു ആരാധ്യന്മാരുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം തകിടം മറിയുമായിരുന്നു. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഗോളങ്ങളെ പറ്റി പഠിക്കുമ്പോൾ, നമ്മൾ ആകാശമേലാപ്പിന്റെ ആഴങ്ങളെ പറ്റി പഠിക്കുമ്പോൾ, നമ്മൾ മനുഷ്യ ശരീരങ്ങളെ ഇഴകീറി പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ സിസ്റ്റം ഒരു കൃത്യമായ സിസ്റ്റമാണ്. അതിന് വ്യവസ്ഥയുണ്ട്, അതിന് കൃത്യമായ ഒരു രൂപമുണ്ട്. ആരാണ് ഇത് വ്യവസ്ഥപ്പെടുത്തിയത്? 2 ആളുകളല്ല, 3 ആളുകളല്ല, ഒരുപാട് ആളുകളല്ല. അത് ഏകനായ ഇലാഹായ സർവശക്തനായ അള്ളാഹു മാത്രമാണ് എന്ന അറിവ്. ആ അറിവാണ് നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ടും വിജ്ഞാനം കൊണ്ടും നേടേണ്ടത് എന്ന ബോധമാണ് നമ്മളിലേക്ക് ഉണ്ടാകേണ്ടത്. ആ പഠനങ്ങളിലൂടെയെല്ലാം നമ്മൾ എത്തേണ്ടത് ബലില്ലാഹ ഫഅബ്ദ് വകും മിനശ് ശാകിരീൻ. അത് നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന അറിവല്ല, അതാണ് നിങ്ങൾക്ക് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും കിട്ടുന്ന അറിവ്. അത് പഠിക്കുവാനും കണ്ടെത്തുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാകുമ്പോൾ ഇതിന്റെ പിന്നിലെല്ലാം ഒരു സ്രഷ്ടാവ് മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ബലില്ലാഹ ഫഅബ്ദ്, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. വകും മിനശ് ശാകിരീൻ, നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ആയി മാറുകയും ചെയ്യുക. മറ്റെവിടേക്കും തിരിയേണ്ടതില്ല, ജാറങ്ങളിലേക്കോ മറ്റു ഇടങ്ങളിലേക്കോ, നമുക്ക് അഭയം നൽകാമെന്ന് പറഞ്ഞു വരുന്ന ആളുകളിലേക്കോ ഒന്നും തിരിയേണ്ടതില്ല. ബലില്ലാഹ ഫഅബ്ദ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. വകും മിനശ് ശാകിരീൻ, നന്ദിയുള്ളവരായി മാറുകയും ചെയ്യുക. നമ്മളുടെ നമസ്കാരം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ്. നമ്മുടെ നോമ്പും സകാത്തും ഹജ്ജും അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ്. അല്ലാഹുവിനുള്ള ആരാധനകളാണ് അതെല്ലാം. പടച്ചോനെ, ആരാധനക്കർഹനായി നീയല്ലാതെ ആരുമില്ല എന്ന പ്രഖ്യാപനമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നതാണത്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് അത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ്. നാം ഒരാളോട് കരുണ കാണിക്കുന്നത്, നമ്മളുടെ സ്വഭാവം നന്നാക്കുന്നത് ആർക്ക് വേണ്ടിയാ? അല്ലാഹുവിന് വേണ്ടിയാണ്. അത് ആരാധനയാണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ്. നാം ഒരാളോട് പുഞ്ചിരിക്കുന്നത് പോലും ആ സ്നേഹം, അത് നാം അല്ലാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അത് ആരാധനയാണ്. നാം ഒരാളുടെ അടുക്കൽ ഒരു തിന്മ കാണുമ്പോൾ അവനെ നന്മയിലേക്ക് ക്ഷണിക്കുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ്. നാം ഒരു കാര്യം അല്ലാഹുവിന് വേണ്ടി നേർച്ചയാക്കുമ്പോൾ അത് ആരാധനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ആരാധ്യനുമില്ല അല്ലാഹു അല്ലാതെ എന്ന പ്രഖ്യാപനമാണ് ഒരു വിശ്വാസി തന്റെ ജീവിതത്തിലെ കർമ്മമണ്ഡലങ്ങളിലൂടെ മുഴുവൻ പ്രഖ്യാപിക്കുന്നത്. ബലില്ലാഹ ഫഅബ്ദ്, നീ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. വകും മിനശ് ശാകിരീൻ, നീ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായി മാറുകയും ചെയ്യുക. ഇതാണ് മനുഷ്യരെ ഈ വിജ്ഞാനം കൊണ്ടെല്ലാം നാം നേടിയെടുക്കേണ്ട യഥാർത്ഥമായ അറിവ്. അങ്ങനെ ചിന്തിക്കുവാനും ആലോചിക്കുവാനും കണ്ടെത്തുവാനും എല്ലാം കഴിവും അതിനുള്ള ശക്തിയുമെല്ലാം അല്ലാഹു തന്നിട്ട് അത് സ്വീകരിക്കാത്ത ആളുകളെ പറ്റി ഖുർആൻ പറയാണ്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ധാരാളം മനുഷ്യരെയും ജിന്നുകളെയും
നാം സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, ചിന്താശേഷിയുണ്ട്, അതുകൊണ്ട് അവർ ആലോചിച്ച് മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുണ്ട്, ആ കണ്ണുകൊണ്ട് നേരറിവുകളെ കാണുവാൻ അവർക്ക് കഴിയുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, ആ കാതുകൾ കൊണ്ട് സത്യവചനങ്ങളെ കേൾക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികൾക്ക് തുല്യമാണ്. ബൽഹും അദൽ, അതിനേക്കാൾ കടയറ്റവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, തീർച്ചയായും അവർ തന്നെയാണ് അശ്രദ്ധരായ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയുക, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നതാണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ പഠനവും നമ്മളുടെ അറിവും നമ്മളുടെ അന്വേഷണങ്ങളും അതിന്റെ എല്ലാം വിശാലമായ വിഹായുസിലേക്ക് പടരേണ്ടത് തന്നെയാണ്. ആ പടർച്ച ആത്യന്തികമായ അള്ളാഹുവിലേക്കുള്ള നമ്മളെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ കാരണമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന വിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സമാധാനം പുനഃസ്ഥാപിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.